എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 22-ന്റെ 1 മുതൽ 7 വരെ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുതൻ തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ധാരാളം ഉപമകൾ ദൈവരാജ്യവും അല്ലെങ്കിൽ സ്വർഗരാജ്യവുമായുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു. ഈ അധ്യായത്തിൽ പദവികളെക്കുറിച്ചാണ്. പുത്രനാം ക്രിസ്തുവിന് വേണ്ടി ഒരു വിവാഹ വിരുന്നൊരുക്കുന്ന പിതാവാം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. ലൂക്കോസ് 14-ാം അധ്യായത്തിൽ കാണുന്ന ഉപമ ഇതുമായിട്ടൊക്കെ ബന്ധമുള്ളതാണെന്ന് തോന്നുന്നെങ്കിലും ഇതല്ല. പഴയ നിയമം അത്താഴത്തിന് മുൻപുള്ള ക്ഷണം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ അധ്യായത്തിൽ 3 ക്ഷണമുണ്ട്. ക്ഷണിച്ചവരെ വീണ്ടും ക്ഷണിക്കുന്നു. വരിക, സദ്യയ്ക്ക് സമയമായി. ഈ ഒന്നാമത്തെ കൂട്ടം യഹൂദ ജനത്തെ കാണിക്കുന്നു. സ്നാപക യോഹന്നാനിൽ കൂടിയും കർത്താവിൽ കൂടിയും ശിഷ്യന്മാരിൽ കൂടിയും ഒക്കെ ക്ഷണമുണ്ട്. കർത്താവ് 3.5 വർഷമാണ് പരസ്യ ശുശ്രൂഷ ചെയ്തത്. എങ്കിലും ഇസ്രായേൽ വരാൻ സമ്മതിച്ചില്ല, അവരെ നിരസിക്കുന്നു. രക്ഷാചരിത്രത്തിൻ്റെ ഒരു നഖചിത്രമാണ് മത്തായി ഈ ഉപമകളിലൂടെ വരച്ച് കാണിക്കുന്നത്. ഇതിന് തൊട്ട് മുൻപുള്ള 2 ഉപമകൾ ഇവയായിരുന്നു. 2 പുത്രന്മാരുടെ ഉപമ, ദുഷ്ടരായ കുടിയാന്മാരുടെ ഉപമ. 2 പുത്രന്മാരുടെ ഉപമയിൽ സ്നാപക യോഹന്നാനെ ശ്രവിക്കുകയും അനുദപിക്കുകയും ചെയ്യാതിരുന്നതിന് യഹൂദ മത നേതാക്കളെ യേശു കുറ്റപ്പെടുത്തിയിരുന്നു. ദുഷ്ടരായ പാട്ടക്കാരുടെ ഉപമയിൽ പ്രവാചകന്മാരെ തിരസ്കരിച്ച ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ പോലും വധിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു. അതാണ് യേശുവിൻ്റെ ആരോപണം. ഇവിടെ ഈ 3-ാമത്തെ ഉപമയിൽ ദൈവരാജ്യത്തിലേക്ക് ആദ്യം വിളിക്കപ്പെട്ടവർ തിരസ്കൃതരാകാമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെ 3 ഗണം ആളുകളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് രക്ഷാചരിത്രത്തിൻ്റെ നഖചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. പഴയ നിയമം ചരിത്രവും പുതിയ നിയമ ചരിത്രവും 3 ഉപമകളിലൂടെ സംഗ്രഹിക്കുന്നു. ആദ്യത്തെ 2 ഉപമകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും ഈ ഉപമ മറ്റ് സോഴ്സിൽ നിന്നുമാണ് മത്തായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പുത്രൻ്റെ വിവാഹ വിരുന്നൊരുക്കിയ രാജാവ്, ലൂക്കോസിൽ ഒരാൾ ഒരുക്കിയ വലിയ സദ്യ എന്നാണ് കാണുന്നത്. മത്തായി അതിനെ രാജകൊട്ടാരത്തിലെ വിവാഹ വിരുന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന രാജ്യത്തെ വിവാഹ വിരുന്നിനോട് ഉപമിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ 25-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവചനം നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു വേദഭാഗം 3 പ്രാവശ്യം ക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യം ക്ഷണിക്കപ്പെട്ട ആളുകൾ ക്ഷണിക്കാൻ പോകുന്നവരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു വല്ലാത്ത
വന്യമായ പ്രതികരണം നടത്തുന്നവരാണ്. അവരുടെ പട്ടണങ്ങളെ ചുട്ടുകളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മണവാളൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട കൂട്ടമാണ് സഭ. അവിടെ ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടെ കടന്നു ചെല്ലാവുന്നതാണ്. തുടർന്നുള്ള വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്തായാലും നമുക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതകളൊന്നും കണക്കിലെടുക്കാതെ നമ്മെ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ നിരന്തരം കാലാകാലങ്ങളിലൂടെ നമ്മളെ ക്ഷണിക്കുന്ന ഒരു വലിയ പിതൃസ്വരം നമ്മുടെ കാതുകളിൽ കേൾക്കണം. ക്ഷണം നിരസിക്കുന്നവരായിട്ടല്ല, അത് സ്വീകരിക്കുന്നവരായി നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കണം. അതിനാണ് ഈ ആയുസ്സിൽ ദൈവം തമ്പുരാൻ നമുക്ക് നാളുകളെ ദീർഘിപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് ദൈവസ്വരത്തിന് കാതോർക്കാൻ, ദൈവത്തിൻ്റെ ക്ഷണത്തിന് അനുസൃതരാകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ക്ഷണം സ്വീകരിക്കുന്നവരായി, വിശ്വസ്തതയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വ്യത്യസ്തമായ ക്ഷണങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിന് ഉതകുന്ന വിധത്തിലുള്ള കൂടിച്ചേരലുകളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ, അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവിക ക്ഷണം സ്വീകരിക്കുന്ന മനസ്സൊരുക്കമുള്ള ആത്മാവിനെ നൽകി ഇന്ന് പകലിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നടത്തണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.